ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് അത്താഴത്തിന് കഞ്ഞിയും പയറും ആക്കിയാലോ. പൊതുവെ ഇവിടെ കഞ്ഞിയൊന്നും ആർക്കും അങ്ങനെ ഇറങ്ങത്തില്ല. ഈ പറയുന്ന എനിക്ക് പോലും അങ്ങനെ കഞ്ഞി വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും മീൻകറി ഇല്ലാത്തതിനാൽ കഞ്ഞി തന്നെയാണ് ഭേദം. കാര്യം പയറ് മെഴുക്കോട്ടി ആകുമ്പോഴത്തേനും കഞ്ഞി കുറച്ചൊക്കെ കുടിച്ചു പോകാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റേഷൻ അരി ഇട്ടാണ് കഞ്ഞി വെക്കുന്നത്. സാധാരണ ഇവിടെ ചോറ് വെക്കുന്നത് ജയ ഇട്ടാണ്. രാവിലെ വെക്കും, രാവിലെ വെച്ച് വൈകിട്ട് വരെ അത് കുഴപ്പമില്ലാതിരിക്കും. നല്ല ഉണ്ട ചോറല്ലേ. അപ്പോൾ പൊതുവെ ഇവിടെ ജയ വെക്കുന്നത്. എങ്ങാനും വൈകിട്ട് ചോറില്ലെന്ന് കാണുകയാണെങ്കിൽ മാത്രമാണ് കുറച്ച് റേഷൻ അരി ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ അരി ഏകദേശമൊക്കെ വേകാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയറ് മെഴുക്കോട്ടാം. അതിനായിട്ട് ഞാൻ സവോളയും തേങ്ങാക്കൊത്തും വേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് വേപ്പില ഇട്ട് കൊടുത്തു, അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തു. ഈ ഒരു പയറ് മെഴുക്കോട്ടിക്ക് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്ന തേങ്ങാക്കൊത്ത് തന്നെ കേട്ടോ. ഞാനിടാറുണ്ട്, മിക്കവരും ഇടത്തില്ലായിരിക്കും. ഞാൻ തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. അപ്പം തേങ്ങാക്കൊത്ത് ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേനും നല്ലോണം കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കണം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് വഴന്ന് കിട്ടും. ആ നല്ലോണം വഴന്ന് വരുമ്പോഴത്തേനും വെള്ളം ചേർക്കണം കേട്ടോ. അതിനകത്ത് വെള്ളം ചേർക്കാതെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിനകത്ത് കൊടുത്തിട്ട് ഇളക്കണം. നല്ലോണം ഇളക്കി നല്ലോണം വഴന്ന് വരണം. ഇളക്കി കൊടുത്തിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും കേട്ടോ ചേർത്തേക്കുന്നത്. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഇളക്കുക. ഇച്ചിരി മുളക് പൊടി കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട് അതിനകത്തേക്ക്, നോക്കി ഉപയോഗിക്കുക. എരിവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പയറിനകത്ത് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാണ് വെന്ത് കിട്ടിയത്. ഇച്ചിരി വെള്ളം കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒത്തിരി വെള്ളമല്ല, ഇച്ചിരി വെള്ളം. അപ്പം എന്തായാലും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ കഞ്ഞി ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല രീതിക്ക് വെന്ത് പോയിട്ടുണ്ട് റേഷൻ അരി ആയതുകൊണ്ട്. എനിക്കിതിൻ്റെ വേവ് അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. തിളച്ച പാടെ ഇറക്കാമെന്ന് മിക്കവരും പറഞ്ഞു തരും. ഇപ്പോൾ കഞ്ഞി ആയതുകൊണ്ട് ഇച്ചിരി കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വേവിച്ചാൽ ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്, വെന്തു പോയതാണ് ഗൈസ്. അപ്പം ചൂട് കഞ്ഞിയിലേക്ക് ഇനി നല്ല കടുകുമാങ്ങ അച്ചാറും നമ്മുടെ ഈ മെഴുക്കുവരട്ടി, അതായത് വൻപയർ മെഴുക്കുവരട്ടി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് എന്ത് അടിപൊളിയാണെന്നറിയാവോ. ഇനി ഈ ചൂടോടെ എടുത്ത് വായി വെച്ച് അണ്ണാക്ക് കൊള്ളും. അപ്പോൾ നമുക്കിത് ഫാൻ്റെ അടിയിൽ കൊണ്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ തണുപ്പിച്ചിട്ട് ആ ഒരു സ്പൂണിനകത്തേക്ക് ഇച്ചിരി മാങ്ങ അച്ചാറും ഈ വൻപയറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വെച്ചാൽ സീ യു.